നമ്മുടെ പാർലമെൻറ്റ് പലപ്പോഴും വളരെ ബോറിംഗ് ആണ്. ചിലപ്പോഴൊക്കെ അതിഭയങ്കര എൻ്റർടൈൻമെൻറ്റുമാണ്. ആ പാർലമെൻറ്റിന് അതിൻ്റെ ഡിബേറ്റിന് ഒക്കെ പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്ന് എടുക്കുന്ന പൈസ അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞാൻ നിങ്ങളെ തൽക്കാലം ഞെട്ടിക്കുന്നില്ല. അതിരിക്കട്ടെ, ആർക്കും അത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. എൻ്റർടൈനിങ് ആണ് എന്ന് ഞാൻ പറയാൻ കാര്യം, ഒരു മാസ്റ്റർ എൻ്റർടൈനർ ലോക്സഭയിലുണ്ട്. അതാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഒരുപാട് തയ്യാറെടുപ്പോടെ വരികയും അവസാനം തയ്യാറെടുത്തതൊഴിച്ച് ബാക്കിയെല്ലാം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ്. അദ്ദേഹം പലപ്പോഴും ചില നോട്ട്സ് തയ്യാറാക്കിയൊക്കെ വരാറുണ്ടെങ്കിലും ആ നോട്ട്സ് പോലും വായിക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ എവിടെ വെച്ചു എന്നറിയാതെ പരുങ്ങുകയോ ഒക്കെ ചെയ്യും. അവസാനം വായിൽ വന്നതങ്ങ് പറയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഒരിക്കലും ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ്റെ ഒരു ഗൗരവം അദ്ദേഹം ഈ സംസാരിക്കുമ്പോൾ കാണിക്കാറില്ല. അത് വളരെ നിരാശാജനകമാണ്. ഇപ്പോഴും ഒരു ഈ കോളേജിലെ പിള്ളേരുണ്ടല്ലോ, മോക്ക് അസംബ്ലി ഒക്കെ നടത്തി അതിനകത്ത് പെരുമാറുന്ന പോലെയാണ് ഇദ്ദേഹം പെരുമാറുന്നത്. ഇദ്ദേഹം ഷർട്ട് ഇട്ട് പാർലമെൻറ്റിൽ വരുന്നത് വാസ്തവത്തിൽ ഒരു എറ്റിക്കറ്റിന് വിരുദ്ധമാണ്. ഷർട്ടിന് പ്രത്യേക ചട്ടമൊന്നും പാർലമെൻറ്റിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഫുൾ സ്ലീവ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് ആണെങ്കിൽ തന്നെ അത് നല്ല ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കുക. ഇതൊക്കെ പാർലമെൻറ്റിൽ അതല്ലേ നല്ലത്. ഇതാരാ ഇനി രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കാൻ? ഈ നെഞ്ചിലെ മസിലൊക്കെ കാണിച്ച്, കൈയുടെ മസിൽ കാണിച്ച്, 6 പാക്ക് വയർ കാണിച്ച്, ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ അതൊന്നും ഒരു സീരിയസ് പൊളിറ്റീഷ്യന് യോജിച്ച ഡ്രസ്സോ അല്ലെങ്കിൽ ശരീരഭാഷയോ ആകുന്നില്ല. ഡ്രസ്സും കൂടെ ചേർന്നാണല്ലോ ശരീരഭാഷ വരുന്നത്. ഉത്തരേന്ത്യക്കാർ പൊതുവെ കുർത്ത പൈജാമ, മറ്റേ നെഹ്റു വെസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ വേഷത്തിൽ വരാറുണ്ട്. അത് കുഴപ്പമില്ലാത്ത ഡ്രസ്സാണ്. അല്ലെങ്കിൽ ബന്ദ് ഗല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രസ്സാണ്. ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി മാത്രം, കോൺഗ്രസ്സിൽ വേറെ ആരും ചെയ്യുന്നില്ല. ചെറുപ്പക്കാരായ എം പിമാരുണ്ട്, അവരും അത് ചെയ്യാറില്ല. നമ്മളുടെ പ്രേമചന്ദ്രനൊക്കെ നല്ല നീറ്റായിട്ട് 4 വിരൽ വീതിയിൽ ഫുൾ സ്ലീവ് ഷർട്ട് മടക്കി മുട്ടുവരെ അന്തസ്സുള്ള വേഷം, വില കൂടിയ വേഷം എന്നുള്ളതല്ല, അന്തസ്സുള്ള വേഷം, ഡിഗ്നിഫൈഡ് ഡ്രസ്സ്. ഇത് രാഹുൽ ഗാന്ധിയുടെ, അദ്ദേഹം വിചാരിക്കുന്നത് ഇതിലൂടെ എന്തോ അദ്ദേഹം സാധിക്കുന്നു എന്നാണ്. എന്നാൽ പ്രത്യേകിച്ചൊന്നും സാധിക്കുന്നുമില്ല. അതുപോട്ടെ, ഞാനിതിപ്പോൾ പറയാൻ കാര്യം എന്താ, ഇന്നലെ ലോക്സഭയിലെ ഡിബേറ്റ് നിങ്ങൾ നോക്കുക. ലോക്സഭയിൽ ഈ നീറ്റ് വിഷയത്തിൽ പരീക്ഷാ ചോർച്ച, ചോദ്യക്കടലാസ് ചോർച്ച, ആ വിഷയത്തിൽ വളരെ സ്ട്രോങ് നടപടികൾ എടുക്കുന്ന, അതികഠിനമായ ശിക്ഷകളൊക്കെ കൊടുക്കുന്ന ഒരു നിയമം പാസ്സാക്കുന്ന ദിവസമായിരുന്നു. ആ നിയമം, അതിൻ്റെ ചർച്ച, അത് പലരും സംസാരിച്ചു, ബഹളം നടന്നു, കൗണ്ടർ ബഹളം നടന്നു ഒക്കെ കഴിഞ്ഞ് ഫൈനലി അതിനൊരു തീർപ്പുണ്ടായി. ഏറ്റവും അവസാനം പ്രതിപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ആൾ രാഹുൽ ഗാന്ധി ആയിരിക്കും. അതിന് മറുപടി കൊടുക്കുന്നത് ഭരണകക്ഷിയിൽ നിന്ന് ജിതേന്ദ്ര സിംഗ് ആയിരിക്കും. ജിതേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോക്കോൾ പാറ്റകളുമായിട്ട് ചർച്ച ചെയ്ത മന്ത്രിമാരിൽ ഒരാൾ. മറ്റൊരാൾ JP നഡ്ഡയായിരുന്നു. ജിതേന്ദ്ര സിംഗ് ആണ് ഈ ബില്ല് പൈലറ്റ് ചെയ്യുന്നത് ലോക്സഭയിൽ. അപ്പോൾ അതിനാൽ മറുപടി പ്രസംഗം ജിതേന്ദ്ര സിംഗിൻ്റെ എന്ന് തീരുമാനിച്ചു. രാഹുൽ ഗാന്ധി പതിവ് പോലെ പ്രസംഗം തുടങ്ങി. എവിടെ എങ്ങോട്ട് പോകണം എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. രാഹുൽ ഗാന്ധി 3 ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ പഴയ ഒരു സിനിമാ കഥയോ നോവലോ, ഇൻഫാക്റ്റ് എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, ഇത് ഇദ്ദേഹം വളരെ ബോറിംഗ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ലോക്സഭയിലെ പലരുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ അവരിത് കേട്ട് കേട്ട് പഴകിയ ഒരു കഥയാണ്. മേഘ് ബാത് ബത്താവും എന്നൊക്കെ പറഞ്ഞ് നാടകീയമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരു നാടകവും മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ എല്ലാവർക്കും അറിയാവുന്ന കഥകൾ പറയുമ്പോൾ ഒന്ന് സൂചിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ.
അല്ലാതെ ആ കഥ കംപ്ലീറ്റ് അതിൻ്റെ തിരക്കഥ പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ബോറടിക്കും. ഈ ഒരു അവസ്ഥയുണ്ടായി. അതിനിടയ്ക്ക് പ്രധാന വിഷയം രാഹുൽ ഗാന്ധിയുടെ ഈ സഭയിൽ ആ സമയത്ത് അമിത്ഷായുമില്ല, നരേന്ദ്രമോദിയുമില്ല. സീനിയർ മോസ്റ്റ് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് രാജ്നാഥ് സിംഗാണ് സഭയിലുള്ളത്. വേറെ സീനിയർ മന്ത്രിമാർ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ ഇവരൊക്കെ രാജ്യസഭയിലാണ് ഇരിക്കുന്നത്. ലോക്സഭയിൽ ഉള്ളതിൽ ഭരണപക്ഷത്ത് സീനിയറായിട്ട് രാജ്നാഥ് സിംഗാണ്. കിരൺ റിജിജു ഉണ്ട്, ജിതേന്ദ്ര സിംഗ് ഉണ്ട്, മറ്റു പലരുമുണ്ട്. അപ്പോൾ കോറം ഒക്കെ തികഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയില്ല, അമിത്ഷാ ഇല്ല. പറഞ്ഞ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സുപ്രധാന വിഷയമായ അമിത്ഷായുടെ രാജി അത് ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് ആവശ്യപ്പെട്ടു, ശരി, രാജിവെക്കുന്നതൊക്കെ ആർക്കും ആവശ്യപ്പെടാം. അതിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്രക്ഷോഭകാരികളെ പെല്ലറ്റ് ഗൺ വെച്ച് വെടിവെക്കാൻ അമിത്ഷാ ഉത്തരവിട്ടു. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ ഭരണപക്ഷത്ത് ബഹളമായി. ഇങ്ങനെ പറഞ്ഞു പോയാൽ പറ്റില്ല. നിങ്ങൾ ആഭ്യന്തരമന്ത്രിയെപ്പറ്റി ഒരു പരാതി പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ തെളിവുണ്ടാവണം. അല്ല, അത് ജിതേന്ദ്ര സിംഗിനെ നിരന്തരം അമിത്ഷാ വിളിച്ചുകൊണ്ടിരുന്നു. ശരി, ജിതേന്ദ്ര സിംഗിനെയല്ലേ വിളിച്ചത്. പെല്ലറ്റ് ഗൺ ഓപ്പറേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സോ CAPFO CRPFO അല്ലെങ്കിൽ പോലീസോ ഒക്കെയാണ്. ഇതിലാരാണെന്നൊക്കെ ഉള്ളതിന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണെന്നാണ് പ്രാഥമികമായ നിഗമനം. ഏതായാലും അങ്ങനെ ചെയ്തോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ പെല്ലറ്റ് ഗൺ എന്നൊക്കെ അങ്ങനെ ഒരു ഗമയ്ക്ക് പറയാം എന്നുള്ളതല്ലാതെ ഈ ആയുധങ്ങളെപ്പറ്റിയും നാടൻ ആയുധങ്ങളെപ്പറ്റിയും ഒക്കെ വിവരമുള്ള പോലീസുകാർ പറയുന്നത് അവരുടെയൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് ഈ സാധനം ലക്ഷണം കണ്ടിട്ട് കട്ട എന്ന് അറിയപ്പെടുന്ന, ഹിന്ദിയിൽ അറിയപ്പെടുന്ന, ബീഹാറിൽ ഉത്തർപ്രദേശിൽ ഒക്കെ പ്രചുര പ്രചാരത്തിലുള്ള നാടൻ തോക്കാണ്. ഇതിന് ലൈസൻസ് കിട്ടുകയില്ല. ഇതൊരു അനധികൃത ആയുധമാണ്. എന്നാൽ തോക്കാണോ എന്ന് ചോദിച്ചാൽ അല്ലതാൻ. അതുകൊണ്ട് വെടിവെച്ചാൽ ആരും ചാകുകയൊന്നുമില്ല. ഒരു 35 അടി ദൂരം വരെ ഇതിൻ്റെ ഉണ്ട പോവുകയുള്ളൂ. അപ്പോൾ ഏകദേശം 20 അടി 25 അടി ദൂരെ നിന്നൊക്കെ വെടിവെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ മുറിവുണ്ടാകും. കുറച്ചുകൂടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് മാംസത്തിലേക്ക് കയറും, അല്ലെങ്കിൽ തൊലി പോകുന്നേ ഉള്ളൂ, മാംസത്തിലേക്ക് പോലും കയറില്ല. അത്തരം ഒരു ആയുധമാണ് കട്ട. ഇത് പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടൊക്കെ പോകും, കേസൊക്കെ ആകും കേട്ടോ, അനധികൃതമായ ആയുധം വയ്ക്കും. ഏതായാലും അത്ര മാരകമായ ഒരു സാധനമല്ല കട്ട. തോക്ക് പോലെയല്ല, തോക്കിൽ ഉണ്ട പോലെ തുളഞ്ഞ് കയറുകയുമില്ല. തീരെ അടുത്ത് വന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ പോലും ഇത് മാംസത്തിനുള്ളിൽ എവിടെയെങ്കിലും കുരുങ്ങി നിൽക്കും എന്നുള്ളതല്ലാതെ അകത്തേക്ക് തുളഞ്ഞ് കയറാനുള്ള, ഇത് സാധാരണ തോക്കുകൊണ്ട് പോയിൻറ്റ് ബ്ലാങ്ക് റേഞ്ചിലൊക്കെ വെടിവെച്ച് കഴിഞ്ഞാൽ വെടിയുണ്ട നമ്മുടെ ശരീരം തുളച്ച് പുറകിൽ കൂടെ പോകും. അതാണ് വെടിയുണ്ടയുടെ പവർ. അതൊന്നും കട്ടാക്കിയില്ല. അതൊരു താൽക്കാലികമായ ആയുധം, ആളെ പേടിപ്പിക്കാനൊക്കെ. ഇപ്പോൾ ഈ കട്ടയാണ് എന്നാണ് വ്യാപകമായ സംശയം. കട്ടയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. പിന്നെ ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിലാണ് ഇത് വ്യാപകമായിട്ടുള്ളത്. കുറച്ച് മഹാരാഷ്ട്രയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ തന്നെ പല നഗരങ്ങളിൽ ഇതുണ്ട്, ജില്ലാ തലസ്ഥാനങ്ങളിൽ ഇത് വിൽക്കുന്നുണ്ട്. 4000-5000 രൂപയേ ഉള്ളൂ, വലിയ കാശൊന്നുമില്ല. മിർസാപൂർ എന്ന ഉത്തർപ്രദേശിലെ മിർസാപൂരിലാണ് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് പറയപ്പെടുന്നത്. ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ് കേട്ടോ. മിർസാപൂർ തന്നെ എൻ്റെ കണ്ണിൽ പെടാൻ കാര്യം മിർസാപൂരിൽ കുറച്ച് കാലം ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ്, ജോലി സംബന്ധമായിട്ട് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ മിർസാപൂർ എൻ്റെ കണ്ണിൽ തടയുകയും ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുകയൊക്കെ ചെയ്തു കട്ട അന്വേഷിക്കുമ്പോൾ. അപ്പോൾ കട്ടയാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. പക്ഷേ അവരൊന്നും പുറത്ത് വിട്ടിട്ടൊന്നുമില്ല. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് യൂട്യൂബ് ചാനൽ വഴി പുറത്ത് വിടുന്നത്. എന്ത് വാങ്ങിക്കോട്ടെ, അങ്ങനൊരു സംഭവം അതിൽ പെട്ട ഒരാളിനെയാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. അപ്പോൾ ഈ സംഭവം ഇത് അമിത്ഷാ ഓർഡർ ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞപ്പോൾ ഭരണപക്ഷത്തു നിന്ന്
ജിതേന്ദ്ര സിംഗ് എണീറ്റു, രാജ്നാഥ് സിംഗ് എണീറ്റു, കിരൺ റിജിജു എണീറ്റു. പലതവണ അവർ പറഞ്ഞു, ആഭ്യന്തരമന്ത്രിക്കെതിരെ സഭയിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കണം, അത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അതാണ് ലോക്സഭയിലെ ഭാഷ. ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. എന്തെങ്കിലും ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ഫോൺ കോൾ രേഖകളുണ്ടോ, മറ്റെന്തെങ്കിലും കടലാസുണ്ടോ, റൈറ്റിങ്ങിലായിരുന്നോ ഉത്തരവ്, ഇത് എന്തെങ്കിലും ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വേണ്ടേ? നമ്മൾ മലയാള ഭാഷയിൽ തെളിവ് എന്ന് പറയുന്ന സാധനം അത് വേണ്ടേ? ഇതൊന്നുമില്ലാതെ ഈ റെക്ലെസ്സായിട്ട് ഒരു അലിഗേഷൻ ആഭ്യന്തരമന്ത്രിയെ പറ്റി പറയാൻ പറ്റില്ല. ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ ഒട്ട് സഭയിൽ ഇല്ലതാൻ. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഈ നാടകത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല, എന്നിട്ട് അവർ സഭയിൽ വന്നില്ല. സോ വാട്ട്, അവർക്ക് വരാതിരിക്കാൻ അവകാശമൊക്കെ ഉണ്ട്. ഒരാൾ പ്രസംഗിക്കുന്നു, അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം നമ്പറുണ്ടല്ലോ, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവർക്ക് ഭയമാണ്. എന്ത് വർത്തമാനമാണ് ഇതൊക്കെ? ഭയം അമിത്ഷായ്ക്കും മോദിക്കും എന്തുമായിക്കോട്ടെ. ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. കൗണ്ടർ ആരോപണങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഈ തെളിവ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണപക്ഷത്തെ ആളുകൾ ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്തു പ്രശ്നം. ഇതിനിടയ്ക്ക് പുള്ളിയുടെ സ്ഥിരം നമ്പറായ എൻ്റെ മൈക്ക് ഓഫ് ചെയ്തു. അപ്പോൾ ഓം ബിർള സ്പീക്കർ പറഞ്ഞു, ഹേയ് മിസ്റ്റർ, നിങ്ങളുടെ ശബ്ദം എല്ലാവർക്കും കേൾക്കാം. അതെങ്ങനെയാണ് കേൾക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ കൂടെ ഇത് പറയാറുണ്ട്, എൻ്റെ മൈക്ക് ഓഫ് ചെയ്തു. അപ്പോൾ ഭരണപക്ഷത്തു നിന്ന് പലരും പറഞ്ഞു, ഈ മനുഷ്യൻ അമേരിക്കയിൽ വരെ പോയി പ്രസംഗിച്ചു, ഇന്ത്യയിൽ ജനാധിപത്യം മരിച്ചു, എൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു സ്പീക്കർ പറഞ്ഞു, എൻ്റെ കയ്യിൽ മൈക്കിൻ്റെ സ്വിച്ചൊന്നുമില്ല. 550 പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്, അവരുടെയൊക്കെ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് ഞാനാണ്. ഈ മൈക്ക് ഓട്ടോമാറ്റിക് മൈക്കാണ്. ഒരാൾ സംസാരിക്കാൻ എണീറ്റാൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ മൈക്ക് ഓണാകും, അയാൾ ഇരുന്നാൽ മൈക്ക് ഓഫാകും. രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് സംസാരിക്കാൻ ഉദ്ദേശമുണ്ടോ? നിങ്ങൾ സംസാരിക്കുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രം കേൾക്കുന്നില്ല പറയുന്നത്. ഈ മൈക്ക് വെച്ചുള്ള കളി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും പറഞ്ഞു, അല്ല എൻ്റെ മൈക്ക് ഓഫാണ്. അപ്പോൾ ഭരണപക്ഷത്തു നിന്ന് പറഞ്ഞു, വാട്ട് എ ജോക്ക്, നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാം, നിങ്ങളുടെ മൈക്ക് ഓണാണ്. രാഹുൽ ഗാന്ധി മൈക്കിൽ തട്ടി നോക്കുന്നു, മൈക്ക് മേശപ്പുറത്തുനിന്ന് ഇടിച്ചു നോക്കുന്നു, ഡും ഡും എന്ന് പറഞ്ഞ് വലിയ ശബ്ദം കേൾക്കുന്നു. രാഹുൽ ഗാന്ധി നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചമ്മുന്നു. കാണണമായിരുന്നു ആ കേസ്. അപ്പോൾ പിന്നെ അച്ഛാ അബ് ഠീക്ക് ഹോ ഗയ, ഇപ്പം ശരിയായി. ഇപ്പോഴല്ല, അത് നേരത്തെ തന്നെ ശരിയായതാ എന്ന ആളുകൾ കളിയാക്കുന്നു. എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിലവാരം എന്നായിരുന്നു. മഹാകഷ്ടമായിപ്പോയി. അപ്പോൾ ബഹളം മൂത്ത് കഴിഞ്ഞപ്പോൾ 55 മിനിറ്റ് പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എണീക്കും, ഇരിക്കും. അപ്പോൾ സ്പീക്കർ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങളുടെ മൈക്ക് ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എന്തിനാണ് നിങ്ങൾ ഈ എക്സർസൈസ് കാണിക്കുന്നത്? അല്ല, എന്നെ സംസാരിക്കാനും സമ്മതിക്കുന്നില്ല. നിങ്ങളെ സംസാരം ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നു മാത്രമാണ് അവരുടെ ആവശ്യം. നിങ്ങൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നുമില്ല, വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, കഥ പറയുന്നു, കവിത ചൊല്ലുന്നു. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ചുരുക്കി പറഞ്ഞ് ബഹളമായി. 2.25 മണിക്ക് സഭ 2:30 മണിക്ക് കൂടാം എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചു. 2:30 മണിക്കാണ് അടുത്ത അത്ഭുതം. 2:30 മണിക്ക് ഓം ബിർള സ്പീക്കർ ചെയറിലില്ല. പകരം കാക്കോലി ഘോഷ് ആരാണെന്നറിയാം? TMCയിൽ നിന്ന് ഇടഞ്ഞുപോയ MP മാരുണ്ടല്ലോ, അവരുടെ നേതാവാണ് കാക്കോലി ഘോഷ്. സ്ത്രീയാണ്. കാക്കോലി ഘോഷ് സ്പീക്കറുടെ ചെയറിലിരിക്കുന്നു. അതോടെ ഒരു മെസ്സേജ് പോയി, ഇടഞ്ഞ് മാറിയ TMC MP മാരെല്ലാം ഔദ്യോഗികമായിട്ട് തന്നെ NDAയുടെ ഭാഗമാണെന്നും അതിലെ അംഗത്തിനെ സ്പീക്കർ ചെയറിൽ ഇരുത്താൻ NDA തയ്യാറാണെന്നുള്ള മെസ്സേജാണ്. അപ്പോൾ TMCയുടെ ഒറിജിനൽ ആൾക്കാരുണ്ടല്ലോ, പിളർന്ന് പോകാത്തവർ, എണ്ണം കുറവാണെങ്കിൽ അവരുണ്ട്, അവർ ബഹളം വെച്ചു. ആദ്യം കാക്കോലി ഘോഷിന് ഞങ്ങൾ സമ്മതിക്കില്ല ആദ്യത്ത് എന്നൊക്കെ പറഞ്ഞു, അല്ല സ്പീക്കറിനെ കേൾക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി പറയും വലിയ ബഹളമായി. കാക്കോലി ഘോഷ് 3 മണിക്ക് കൂടാനായിട്ട് വീണ്ടും സഭ പിരിച്ചുവിട്ടു. ശരി, 3 മണിയായി, നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഈ 3 മണിക്ക് സഭ കൂടുന്നതിനിടയ്ക്ക് അരമണിക്കൂർ നേരം അമിത്ഷായുടെ മുറിയിൽ ഒരു മീറ്റിംഗ് നടന്നു. അമിത്ഷാ, ജിതേന്ദ്ര സിംഗ്, രാജ്നാഥ് സിംഗ്, കിരൺ റിജിജു ഇവരൊക്കെ ചേർന്ന് ഒരു മീറ്റിംഗ്. എന്താണതിൽ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. 3 മണിക്ക് വീണ്ടും സഭ കൂടിയപ്പോൾ ഓം ബിർള വീണ്ടും ചെയർ, ഒറിജിനൽ സ്പീക്കർ. അപ്പോൾ എല്ലാവർക്കും സമാധാനമായി. ഓം ബിർളയുണ്ട്. ഡിബേറ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ചാടി എണീറ്റു. ഓം ബിർള പറഞ്ഞു, നിങ്ങളുടെ സമയം പണ്ടേ കഴിഞ്ഞു. ഒരു ബില്ലിൻ്റെ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ആ ബില്ലിൻ്റെ പേര് പോലും 55 മിനിറ്റ് നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ ആ ബില്ലിലേക്ക് കയറുന്നില്ല. ആ ബില്ലിൻ്റെ പേര് പോലും നിങ്ങൾ പറയുന്നില്ല. ഇനിയിപ്പോൾ ജിതേന്ദ്ര സിംഗിൻ്റെ മറുപടി പ്രസംഗമാണ്, അതിലേക്ക് കടക്കുകയാണ്. ഇതിങ്ങനെ വെച്ച് നീട്ടാൻ പറ്റില്ല. ജിതേന്ദ്ര സിംഗ് സംസാരിച്ചു തുടങ്ങി. വാൻ ബഹളം പാർലമെൻറ്റിൽ. പക്ഷേ ആ ബഹളത്തിൽ ഞാൻ ആ മനുഷ്യൻ്റെ ശബ്ദത്തെ സമ്മതിച്ചു. അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്റ്റേറ്റ് മിനിസ്റ്ററാണ് ജിതേന്ദ്ര സിംഗ്. ബട്ട് വളരെ ഭംഗിയായിട്ട് ഒരു 13 മിനിറ്റ് അദ്ദേഹം പ്രസംഗിച്ചു. അതിൻ്റെ കൂടെ പറഞ്ഞു, സ്പീക്കർ സാർ, ഈ ബില്ല് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കണം. ഇതിന്മേൽ ഇനി ആവുന്നത്ര ചർച്ചയായി കഴിഞ്ഞു, ഇനി ഇത് പാസ്സാക്കി തരണം എന്നാവശ്യപ്പെട്ടു. ഓം ബിർള ബില്ലിനെ അനുകൂലിക്കുന്നവർ കൈപൊക്കാൻ പറഞ്ഞു. അവർ കൈപൊക്കി. അവരാണ് എണ്ണത്തിൽ കൂടുതലെന്ന് പറഞ്ഞു. ബില്ല് പാസ്സായതായിട്ട് പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധി സ്തബ്ധനായിട്ടിരുന്നു. ഞെട്ടിപ്പോയി രാഹുൽ ഗാന്ധി, എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ലോക്സഭ പിരിഞ്ഞു. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഒരു കാര്യം മനസ്സിലാക്കണം. ബില്ലുകൾക്ക്, ഇത് പൊട്ടനായ എനിക്ക് വരെ അറിയാവുന്നതാണ്, ഗില്ലറ്റിൻ പ്രൊവിഷൻ എന്ന് പറയും. ലോക്സഭ നിരന്തരം ബഹളമയമായപ്പോൾ പണ്ടെന്നോ ഒരിക്കൽ ഉണ്ടാക്കിയ പ്രൊവിഷനാണ് ബില്ല് ഗില്ലറ്റിൻ ചെയ്യുക. എന്ന് വെച്ചാൽ ബഹളം ഇതൊക്കെ നടക്കുമ്പോൾ സ്പീക്കറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ബില്ലുകൾ പാസ്സാക്കിയെടുക്കുക. അതിനെയാണ് പ്രതിപക്ഷം അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടി എന്നൊക്കെ നമ്മുടെ പ്രേമേന്ദ്രനൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ? എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വായിലുള്ള പ്രിൻറ്റിംഗ് പ്രസ് ചലിപ്പിക്കുമ്പോൾ അപ്പോൾ ഗില്ലറ്റിൻ ചെയ്ത് പാസ്സാക്കുകയാണ്. ഈ അധികാരങ്ങളൊക്കെ സ്പീക്കർ ഉള്ളതാണ്. നമ്മളുടെ ജനാധിപത്യം വളരെ വിചിത്രമായൊരു ജനാധിപത്യമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനാധിപത്യവും ലോക്സഭയും വികസിച്ച് പൂത്തൊലഞ്ഞ് കൊലമറിഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയാണ്, പുതിയ പ്രൊവിഷൻസും ഒക്കെ ആയിട്ട്. ബട്ട് നിന്ന് പോകണ്ടേ? ഈ ബഹളത്തിൻ്റെ നടുക്ക് ബിസിനസ് നടക്കണ്ടേ? അതുകൊണ്ട് പുതിയ പ്രൊവിഷൻസ് വരുന്നു. അങ്ങനെ ആ ബില്ല് പാസ്സായി. രാഹുൽ ഗാന്ധിക്ക് വലിയ നിരാശയുമായി. എനിക്ക് രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഒരു നിവേദനം സമർപ്പിക്കാനുണ്ട്. ദൈവത്തെ ഓർത്ത് മനുഷ്യനെ മെനക്കെടുത്തരുത്, വെറുതെ ഇങ്ങനെ മെനക്കെടുത്തരുത്. നിങ്ങളുടെ പ്രസംഗം രാഹുൽ ഗാന്ധിയോടും അവരുടെ അഡ്വൈസേഴ്സിനോടും ഞാൻ പറയണം, ഈ മനുഷ്യനെ നേരെ അഡ്വൈസ് ചെയ്യുക. ഇദ്ദേഹത്തിന് പ്രസംഗം ഇടയ്ക്ക് വിട്ടുപോകുന്നു, മറന്നു പോകുന്നു. ഇപ്പം മനുഷ്യ സഹജമാണെന്ന് മറന്നൊക്കെ പോകും. അപ്പോൾ നോട്ട് തയ്യാറാക്കി കയ്യിൽ വയ്ക്കുക. ലോക്സഭയുടെ ഒറിജിനൽ ചട്ടമനുസരിച്ച് എഴുതി വായിക്കാൻ പാടില്ല. പക്ഷേ എഴുതിക്കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് അത് റെഫർ ചെയ്യുക. നിങ്ങൾക്കൊരു റിട്ടൺ സ്പീച്ച് ലോക്സഭയിൽ നടത്താൻ പറ്റില്ല. ബട്ട് റിട്ടൺ സ്പീച്ച് കയ്യിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ പോയിൻ്റ് വിട്ടു പോകാതിരിക്കാൻ ഇടയ്ക്ക് റെഫർ ചെയ്യുക. അങ്ങനെ റിട്ടൺ സ്പീച്ച് കയ്യിൽ കൊടുത്തിട്ട് റെഫർ ചെയ്യാനുള്ള വിട്ടുപോകാനുള്ള ഭാഗം ഇടയ്ക്ക് നോക്കി കണ്ടുപിടിക്കണം എന്ന് ഉപദേശിച്ച് അദ്ദേഹത്തെ തയ്യാറാക്കി വിടണം. എങ്കിലേ സാർത്ഥകമായ ഒരു ചർച്ചയെങ്കിലും നടത്താൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുള്ളൂ. അതില്ലെങ്കിൽ നിരന്തരമായിട്ട് കോൺഗ്രസ്സിന് ലോക്സഭയിൽ മാത്രമല്ല പൊതുജനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും നിരന്തരം നഷ്ടങ്ങളുണ്ടാകും. ഇങ്ങനെ തമാശ കളിക്കരുത് ഒരാളിനെയും വെച്ചുകൊണ്ട്. എത്ര കാലമായി കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഒരുപക്ഷെ ബുദ്ധിശൂന്യനെന്നോ അല്ലെങ്കിൽ അതിബുദ്ധിമാനെന്നോ ഒക്കെ പറയുന്ന ഈ അവസ്ഥയിൽ ഇദ്ദേഹത്തെയും കൊണ്ട് ജീവിക്കും. കോൺഗ്രസ്സുകാർക്ക് പോലും പലപ്പോഴും ഇത് സഹിക്കുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ഇറാറ്റിക് ബിഹേവിയർ. ഇത് കഴിഞ്ഞ് സഭ കഴിഞ്ഞാലോ അല്ലെങ്കിൽ സഭയുടെ ഇടയ്ക്കോ ഒരൊറ്റ മുങ്ങലുമും. ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വേറൊരു അലിഗേഷനാണ് അമിത്ഷാ കൂടെ വിദേശങ്ങളിലേക്ക് പോകുന്നു. ചേടാ, നിങ്ങളാരെങ്കിലും കേട്ടോ? എൻ്റെ ഓർമ്മയിലില്ല അമിത്ഷായെ എപ്പോഴെങ്കിലും വിദേശ നാടുകളിൽ പോകുന്നതെല്ലാം നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ ജയശങ്കറാണ്, പോകേണ്ടവരൊക്കെയാണ് പോകുന്നത്.
അമിത്ഷാ വിദേശത്ത് പോയിട്ട് എന്ത് ചെയ്യാനാ? ആഭ്യന്തരമന്ത്രിയല്ലേ. ആഭ്യന്തരമന്ത്രിയാണ്, വിദേശകാര്യമന്ത്രിയൊന്നുമല്ല. അമിത്ഷാ അമേരിക്കയിലോ പോളണ്ടിലോ ഒന്നും പോയി ഞാൻ കേട്ടിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഒരു തവണ പോയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു അലിഗേഷനായിട്ട്, ആരോപണമായിട്ട് ഉന്നയിക്കാനും മാത്രമുള്ള വിദേശയാത്രകൾ അമിത്ഷാ ചെയ്തിട്ടില്ല. എന്നാൽ സ്വന്തം നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ക്രിസ് ക്രോസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പലതവണ വന്നിട്ടുണ്ട്. ഒരു തവണ ജനം ടി വിക്ക് വേണ്ടി അമിത്ഷായെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര ഷാർപ്പായ ഒരു മനുഷ്യൻ. ഞാൻ ചോദ്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് എന്ന് ഒരു സർപ്രൈസ് വേണ്ട, അദ്ദേഹം അറിഞ്ഞിരിക്കട്ടെ ഇന്ന ചോദ്യങ്ങൾ. അദ്ദേഹം അത് വായിക്കാൻ വിസമ്മതിച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോന്ന്. ഈ സകല കാര്യവും വിരൽ തുമ്പിലുണ്ട് ആ മനുഷ്യന്. പക്ഷേ അപ്പോഴും അദ്ദേഹം പ്രിപ്പയർഡായിട്ട് ഒരു 10-15 കടലാസുകൾ പുള്ളിയുടെ ഉണ്ടായിരുന്നു. മനുഷ്യനാണ്, ചിലപ്പോൾ മറന്നുപോകും, അപ്പോൾ റെഫർ ചെയ്യണ്ടേ. അതുകൊണ്ട് കടലാസുകൾ കയ്യിലുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും പുള്ളിക്ക് കടലാസിൽ നോക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് കെയർഫുള്ളായിട്ട് ആഭ്യന്തര വകുപ്പ് കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ് അമിത്ഷാ. ഇദ്ദേഹം കൂടെ വിദേശത്ത് പോകുന്നു എന്നൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പോക്കിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ അഡ്വൈസേഴ്സിനോട് പറയുന്നത്, യു അഡ്വൈസ് ഹിം ഇൻ എ ബെറ്റർ മാനർ. അതർവൈസ് കോൺഗ്രസ് വിൽ ബി ഇൻ ട്രബിൾ. കോൺഗ്രസ് ഈസ് ഓൾറെഡി ഇൻ ട്രബിൾ ബിക്കോസ് ഓഫ് രാഹുൽ ഗാന്ധീസ് ഇറാറ്റിക് ബിഹേവിയർ. ഇതൊന്നും ഒരു ശരിയല്ല. ജനങ്ങളുടെ പണം ഇങ്ങനെ ലോക്സഭയാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ധൂർത്തടിച്ച് കളയരുത്. ദിവസവും കഴിഞ്ഞ കുറേ കാലമായിട്ട് ലോക്സഭയിൽ ഇത് ഞാൻ കാണുന്നു. ഒരു മനുഷ്യൻ പറയുന്നത് മറ്റേയാൾ കേൾക്കുകയില്ല, മറ്റേയാൾ പറയുന്നത് ഇവരും കേൾക്കുകയില്ല. കൂക്കുവിളിയും ബഹളവും. വാസ്തവത്തിൽ പൊതുവേ ഭരണപക്ഷം ശാന്തരാണ്. ഇന്നലെയാണ് ഞാൻ ഇത് ഇവരുടെ ഭരണകക്ഷിയും ബഹളം വയ്ക്കുന്നത് കാണുന്നത്. അത് ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ബേസുമില്ലാതെ രാഹുൽ ഗാന്ധി ആരോപിച്ചതുകൊണ്ടാണ്. ദയവ് ചെയ്ത് രാഹുൽ ഗാന്ധി ഈ കുട്ടിക്കളി നിർത്തിയിട്ട് ഗൗരവമുള്ള ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷനായിട്ട് മാറുക. താങ്ക് യു.